ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. ഞാനിപ്പോൾ ഇതാ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ നേരം കുതിർത്ത് വെക്കണം. അരമണിക്കൂറിന് ശേഷം പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു 2 സവാള അരിഞ്ഞത്, 5-6 പച്ചമുളകും ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റണം. വാടിക്കഴിയുമ്പോൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അങ്ങനെ 6 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളവും കൂടി റൈസിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കണം. പാകത്തിനുള്ള ഉപ്പുമൊക്കെ അങ്ങ് ഇട്ട് തുറന്നിരുന്നതിന് നന്നായിട്ട് അങ്ങ് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് റൈസൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നേരത്തെയുള്ള വെള്ളത്തിനേക്കാളും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടി അടച്ചു വെച്ച് അങ്ങ് വേവിക്കണം. ഇപ്പം നമ്മുടെ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ ഇടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്ത ശേഷം ആ നെയ്യിൽ തന്നെ കുറച്ച് ഉള്ളിയും കൂടി വറുത്ത് കോരിയെടുക്കണം. ഇനി നമുക്ക് വേവിച്ച റൈസിൻ്റെ മുകളിലേക്കായിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കാം. ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ ഗീ റൈസൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്